ഇത് നിങ്ങളെല്ലാം കണ്ടു കാണും. നേരം പുലർച്ചെ 3. ദിക്ക് തെറ്റി അലഞ്ഞ 1 മണിക്കൂർ യാത്ര. ആ യാത്രയിൽ വഴിവിളക്ക് പോലെ അജ്ഞാതനായ ഒരു ആരാധകൻ. തമിഴ്നാട്ടിലെ കാരൈക്കുറിച്ചിയിൽ നിന്ന് കേരളത്തിലേക്കുള്ള യാത്രയിലായിരുന്നു മമ്മൂട്ടിയും ആന്റോ ജോസഫും രമേശ് പിഷാരടിയും. കേരളത്തിലേക്കുള്ള പ്രധാന വഴികൾ ബ്ലോക്ക് ചെയ്തിരുന്നു. പകരമായി കണ്ടെത്തിയ ഇടറോട്ടിൽ ഗൂഗിൾ മാപ്പ് വഴിതെറ്റിച്ചതോടെ അറിയാ വഴികളിലൂടെ അലഞ്ഞത് 10 കിലോമീറ്റർ. പെട്രോൾ പമ്പിൽ വെച്ച് മമ്മൂട്ടിയെ തിരിച്ചറിഞ്ഞു ഒരു ആരാധകൻ. ഇഷ്ടതാരത്തെ കണ്ടതോടെ അയാൾ പറഞ്ഞു, എന്നെ ഫോളോ ചെയ്, സ്ട്രെയിറ്റ് കേരള. 10 കിലോമീറ്റർ താരവാഹനത്തിന്റെ വഴികാട്ടിയായി അയാളുടെ ബൈക്ക്. യാത്ര അവസാനിച്ചപ്പോൾ അയാളുടെ ഫോൺ വാങ്ങി പിഷാരടിക്ക് നൽകി ഒരു ചിത്രവും അടുപ്പിച്ചു മമ്മൂട്ടി. പാണ്ഡ്യൻ, അതാണ് അയാളുടെ പേര്. അയാളെ പാൻ ഇന്ത്യനാക്കി ദൃശ്യങ്ങളും വിവരങ്ങളും പങ്കുവച്ചത് ആന്റോ ജോസഫ്. ഇതാണ് ആ വാർത്ത. സംഗതി പാണ്ഡ്യൻ എന്ന് പറയുന്ന ഒരാൾ മമ്മൂക്ക പോയപ്പോൾ വഴികാട്ടിയായി വഴിയുടെ മുന്നിൽ 10 കിലോമീറ്റർ ഓടി അദ്ദേഹത്തെ കൊണ്ടുവന്ന് വിട്ടപ്പോൾ മമ്മൂക്ക വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഫോൺ വാങ്ങിച്ച് പിഷാരടി ഇടയിൽ കൊടുത്തിട്ടൊരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് എല്ലാവരെയും അറിയിച്ചു. നല്ല കാര്യം, അത്രയൊക്കെ ചെയ്യാൻ കഴിഞ്ഞത് നല്ല കാര്യം. ഇനി ഇതിൽ പറയാത്ത ചില കാര്യങ്ങളുണ്ട്, അതെനിക്കറിയില്ല. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മമ്മൂക്കായെ പോലെ ഒരാൾ മണിക്കൂറിനും സമയത്തിനും ഒക്കെ വിലയുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇപ്പോൾ താരമായി അല്ലെങ്കിൽ ഹീറോ ആയി എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഈ പറഞ്ഞ സ്നേഹവും ഇഷ്ടവും ഒക്കെ കാണിച്ച് അദ്ദേഹത്തെ കൊണ്ട് വിടുമ്പോൾ ന്യായമായി മമ്മൂക്കായ്ക്ക് അന്ന് എവിടെ പോയാന്ന് അറിഞ്ഞുകൂടാ, അന്നത്തെ വരുമാനത്തിൻ്റെ ഒരു 10% ആ പാവപ്പെട്ടവന് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കൊടുത്തിട്ടുണ്ടാകുമോ എന്നെനിക്കറിയില്ല. അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ അങ്ങനെ കൊടുക്കേണ്ടതാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. സംഗതി ഇപ്പോൾ ഫോൺ വാങ്ങിച്ചു കൊടുത്തു, പിഷാരടി ഒരു ഫോട്ടോ എടുത്തു, അത് ആൻറ്റോ ചേട്ടൻ വീഡിയോ ഇട്ടതുകൊണ്ട് ആ പാവപ്പെട്ടവൻ്റെ ജീവിതമോ കഷ്ടപ്പാടോ പ്രയാസങ്ങളോ ഒന്നും മാറുന്നില്ല. രാത്രി 2 മണിക്ക് പെട്രോൾ പമ്പിൽ അവൻ ഒഴിഞ്ഞിരിക്കണമെങ്കിൽ അവനെന്തായാലും വേറെന്തെങ്കിലും ഇൻകം ടാക്സ് അടയ്ക്കാൻ പോയതോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും വലിയ അവൻ്റെ ഷോറൂമിലെയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കണക്കൊന്നും എടുത്ത് തിരിച്ചു വരുമല്ലോ. ചെറിയ കൂട്ടുകാർ അത്താഴപ്പട്ടിണിക്കാരനും കൂലിപ്പണിക്കാരനും ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്നവൻ അത് കണ്ടപ്പോൾ ഈ 10 കിലോമീറ്റർ ഓടാൻ മനസ്സ് കാണിച്ചു എന്ന് പറയുന്നത് അത് കേവലം താരാരാധനയുടെ ഒരു ഭാഗമായി മാത്രം കാണാതെ അതൊരു മാനുഷിക മൂല്യമായി കണ്ട് അതിനെ റിവാർഡ് ചെയ്യേണ്ടതാണ്. ആ റിവാർഡാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത്. ദാണ്ട മമ്മൂക്കയുടെ വണ്ടിക്ക് വഴികാട്ടിയായി മമ്മൂക്ക ദാണ്ട 5 ലക്ഷം രൂപ അദ്ദേഹത്തിന് കൊടുത്തു. എന്ത് രസമുണ്ടാവും ആ വാർത്ത കേൾക്കാൻ. അതൊന്നും എന്താ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ വളരെ ആകസ്മികമായി സംഭവിക്കുന്ന ചില ആളുകളൊക്കെ നമ്മുടെ മുന്നിൽ വരുമ്പോൾ, നമ്മളൊന്നും വലിയ സമ്പന്നനൊന്നും അല്ലെങ്കിലും ചില ആളുകൾ നമ്മുടെ മുന്നിൽ വന്ന് നമ്മുടെ ഹൃദയത്തിൽ ഒരു ഫീല് തോന്നിയാൽ, ചില പാർക്കിംഗ് സൈഡിൽ നിൽക്കുന്നവർ അല്ലെങ്കിൽ ചില വണ്ടിക്ക് വന്ന് നമ്മുടെ അടുത്ത് വഴി കാണിച്ചു തരുന്നവർ അല്ലെങ്കിൽ അങ്ങനെ പറയുന്നവർ ഇങ്ങനെ പറയുന്നവർ ചിലരെ കാണുമ്പോൾ നമ്മൾ അന്നേരം എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം, പിന്നെ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നില്ല. ആ ആളിനെ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും നമ്മുടെ മുന്നിൽ കാണില്ല. അപ്പോൾ അത് ദൈവം നമുക്ക് കൊടുക്കാൻ തന്ന ഒരു അവസരമാണ് എന്ന തരത്തിൽ കണ്ട് അതിനെ കൈകാര്യം ചെയ്യപ്പെടുമ്പോഴാണ് അതിന് മധുരം കൂടുന്നത്. ഒരു സെൽഫി എടുത്തു കൊടുത്തു, ഒരു വീഡിയോ എടുത്തു കൊടുത്തു, അത് ആൻറ്റോ ഫേസ്ബുക്കിൽ ഇട്ടു. അതുകൊണ്ട് മനോരമയിലും മാതൃഭൂമിയിലും ഒക്കെ വന്നുകൊണ്ട് അവൻ്റെ കഷ്ടപ്പാടോ അവൻ്റെ മക്കൾക്ക് എന്തെങ്കിലും പാടോ ദുരിതമോ പ്രയാസമോ ഉണ്ടെങ്കിൽ അതൊന്നും മാറില്ല. അപ്പോൾ അതുകൊണ്ട് ആ കഥയേക്കാൾ ഈ കഥ കൂടി കേൾക്കാൻ ഞാൻ കാത്തിരിക്കുന്നു. അത്രയേ ഉള്ളൂ.